എങ്ങനെയെങ്കിലും ട്രെയിൻ കിട്ടണമെന്ന ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളായിരുന്നു. എന്താന്നല്ലേ, വാ പറഞ്ഞു തരാം. നമ്മുടെ ജംഷീറിന്റെ മാരേജ് ഫംഗ്ഷനാണ്. സോ ഇതിൽ നേരത്തെ എത്തണം. നമ്മുടെ റെയിൽവേ ആണ്, ചതിച്ചിരിക്കും, ഉറപ്പാണ്. പറഞ്ഞ പോലെ തന്നെ ട്രെയിൻ ചതിച്ചു, അരമണിക്കൂർ ലേറ്റ് ആണ്. പിന്നെ ഈ ഫംഗ്ഷൻ നടക്കുന്നത് നമ്മുടെ എറണാകുളം തന്നെയാണ്. പിന്നെ ഞാൻ ഈ ട്രെയിൻ കയറി വരുന്നത് എന്താണെന്നല്ലേ, കിട്ടിയ ഒരു അവധി കിട്ടിയപ്പോൾ നേരെ ഞാൻ വീട്ടിലേക്ക് വിട്ടതാണ്. ഇപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ റൂമിൽ വന്നു. ഇനി ഫ്രഷ് ആയി പോകണം എന്നേ ഉള്ളൂ. ഞാൻ കുളിക്കാൻ കയറിയാൽ 1 മണിക്കൂറോളം എടുക്കും. വീട്ടിലാണെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും തെറി കേൾക്കും. അങ്ങനെ നേരെ എടപ്പള്ളി അല്ലമീൻ ഓഡിറ്റോറിയം. അവിടെ നിന്നാണെങ്കിൽ എന്നെ നോക്കി നമ്മുടെ വിഷ്ണുവേട്ടനും കണ്ണനും വെയിറ്റിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പം തോന്നുന്നു ഇത് നമ്മുടെ ലുലുവിന്റെ റീയൂണിയൻ വല്ലതും ആണോ എന്ന്. ഒരു ഡ്രിങ്ക്സും എടുത്തുകൊണ്ട് അകത്ത് കയറിയപ്പോഴാണെങ്കിൽ അവിടെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഷാരൂനെയും പ്രിൻസിനെയും കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടി. ആകെ ലുലുവിന് 2 years ആയി നിന്നിട്ടുള്ളൂ. പക്ഷേ 10 years ബോണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവരും തമ്മിൽ. എല്ലാവരും ഉള്ളത് കൊണ്ട് നല്ല രസമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഈ വീട് പിടുത്തവും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തരാം. നമ്മുടെ അനിറ്റ ചേച്ചി. ദാ ഈ നിൽക്കുന്നതാണ് അനിറ്റ ചേച്ചി. എന്നെ കണ്ട എന്തെങ്കിലും പറയണം. സ്നേഹക്കൂടുതൽ കൊണ്ടാണോ ദേഷ്യമാണോ ഒന്നും ഒരു പിടുത്തവും എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ ഷെയ്നത്ത. ഷുഗർ ഹൈ ലെവലാന്ന് പറഞ്ഞാലും ഐസ്ക്രീം വിട്ട് ഒരു കളിയില്ല. അങ്ങനെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ എല്ലാവരും കുറെ നേരമായി ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു ഫോട്ടോയൊന്നും എടുക്കാൻ വേണ്ടി. അങ്ങനെ ഫൈനലി ഫോട്ടോയും വീഡിയോ ഞങ്ങളെല്ലാം എടുത്തു. അനിറ്റ ചേച്ചിക്കാണെങ്കിൽ ഫുഡ് രണ്ടാമത് കിട്ടിയില്ലാത്തതിന്റെ വിഷമമാണ് ഈ പറയുന്നത്. അങ്ങനെ എല്ലാവരെയും കണ്ട് ടാറ്റയും പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ദിസ് ഇസ് മോൻ ബിജു, സൈൻ ഓഫ്.